Good morning, students. Today we are discussing about trigonometric ratios and allied angles. Trigonometric ratios and allied angles. Allied angle means allied എന്ന് വെച്ചാൽ എന്താ, അതിനോടനുബന്ധിച്ച്. അപ്പോൾ എന്താ ഇതിൻ്റെ മീനിങ്? ട്രിഗ്നോമെട്രിക് റേഷ്യോസും അതിനോടനുബന്ധിച്ച ആംഗിൾസിൻ്റെ മെഷർമെൻറ്റും നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമ്മൾ ഇവിടെ കുറേ ഒരു 3 കോളം വൈസിൽ കുറേ വാല്യൂസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്? സൈൻ മൈനസ് തീറ്റ, കോസ് മൈനസ് തീറ്റ, ടാൻ മൈനസ് തീറ്റ, സൈൻ 90 പ്ലസ് തീറ്റ, കോസ് 90 പ്ലസ് തീറ്റ, ടാൻ 90 പ്ലസ് തീറ്റ, സൈൻ 90 മൈനസ് തീറ്റ, കോസ് 90 മൈനസ് തീറ്റ, ടാൻ 90 മൈനസ് തീറ്റ. അങ്ങനെ കുറേ വാല്യൂസ് നിങ്ങൾക്ക് ടേബിൾ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഇതിനൊക്കെ ഓരോ വാല്യൂസ് ഉണ്ട്. അതായത് ഇതിനകത്ത് ഒരു സിമ്പിളസ്റ്റ് ഫോം ഉണ്ട്. അതെന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. അപ്പോൾ സൈൻ ഓഫ് മൈനസ് തീറ്റ എന്താ? സൈൻ ഓഫ് മൈനസ് തീറ്റ എന്താ? ഈ 3 കാര്യങ്ങൾ അറിയെങ്കിൽ, അതായത് സൈൻ ഓഫ് മൈനസ് തീറ്റയും കോസ് ഓഫ് മൈനസ് തീറ്റയും ടാൻ ഓഫ് മൈനസ് തീറ്റയും നമുക്ക് അറിയുന്ന കാര്യമാണ്. സൈൻ ഓഫ് മൈനസ് തീറ്റ എന്താ? മൈനസ് സൈൻ തീറ്റ ആണ്. സൈൻ തീറ്റ ഒരു ഓഡ് ഫങ്ഷനാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ നെഗറ്റീവായിരിക്കും. കോസ് തീറ്റ എന്താ? ഈവൻ ഫങ്ഷനാണ്. അപ്പോൾ കോസ് ഓഫ് മൈനസ് തീറ്റ എന്തായിരിക്കും? കോസ് തീറ്റ ആയിരിക്കും. ഇനി ടാൻ ഓഫ് മൈനസ് തീറ്റ എന്തായിരിക്കും? നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അല്ലേ. അപ്പോൾ എന്ത് വരും? മൈനസ് ടാൻ തീറ്റ എന്ന് വരും. അപ്പോൾ എന്താ പഠിച്ചത്? സൈൻ ഓഫ് മൈനസ് തീറ്റ ഈക്വൾ ടു മൈനസ് സൈൻ തീറ്റ, കോസ് ഓഫ് മൈനസ് തീറ്റ ഈക്വൾ ടു കോസ് തീറ്റ, ടാൻ ഓഫ് മൈനസ് തീറ്റ ഈക്വൾ ടു മൈനസ് ടാൻ തീറ്റ. ഓക്കെ, നമുക്ക് സൈൻ 90 പ്ലസ് തീറ്റ, കോസ് 90 പ്ലസ് തീറ്റ, ടാൻ 90 പ്ലസ് തീറ്റയൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എന്താണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അതിൽ 90യുടെ മൾട്ടിപ്ലിക്കേഷൻ ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 90 എന്ന് വെച്ചാൽ എന്താ? 1 × 90 ആണ് അല്ലേ. 90 എന്ന് വെച്ചാൽ 1 × 90 ആയിരിക്കും അല്ലേ. 180 എന്ന് വെച്ചാൽ എന്താ? 2 × 90 അല്ലേ. 180 എന്ന് വെച്ചാൽ 2 × 90 ആണ് 180. അതുപോലെ 270 എന്ന് വെച്ചാൽ എന്താ? 3 × 90. 3 × 90 ആണ് 370. അതുപോലെ 360 എന്ന് വെച്ചാൽ എന്താ? 4 × 90. 4 × 90 ആണ് 360. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എന്താണോ ആംഗിൾ വാല്യൂസ് നമുക്ക് തന്നിട്ടുള്ളത് അതിൽ 90യുടെ മൾട്ടിപ്പിൾസ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ 90 ആണോ 1 × 90. അപ്പോൾ എന്താ? ഓഡ് മൾട്ടിപ്പിളാണ്. 1 എന്ന് വെച്ചാൽ ഓടല്ലേ, ഒറ്റ സംഖ്യയല്ലേ, ഓഡ് മൾട്ടിപ്പിളാണ്. 180 എന്ന് വെച്ചാൽ 2 × 9. അപ്പോൾ എന്താ? ഈവൻ മൾട്ടിപ്പിളാണ്. 270 എന്ന് വെച്ചാൽ 3 × 90. അങ്ങനെ വെച്ചാൽ 3 ഓഡ് നമ്പേഴ്സാണ്, അപ്പോൾ ഓഡ് മൾട്ടിപ്പിളാണ്. അതുപോലെ 360 എന്ന് വെച്ചാൽ 4 × 90 ആണ്. 4 × 90 എന്ന് വെച്ചാൽ 4 ഈവൻ നമ്പേഴ്സ്, ഇപ്പോൾ ഈവൻ മൾട്ടിപ്പിൾ. അപ്പോൾ ഓരോന്നിൻ്റെയും മൾട്ടിപ്പിൾ ഏതാണെന്ന് ഫസ്റ്റ് നോക്കുക. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. വെൻ n ഈസ് ആൻ ഓഡ് ഇൻറ്റീജർ, വെൻ n ഈസ് ആൻ ഓഡ് ഇൻറ്റീജർ, എന്നിൻ്റെ വാല്യൂ, അതായത് 9ൻ്റെ മൾട്ടിപ്പിളാണ് എന്നോണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിൻ്റെ വാല്യൂ അല്ലെങ്കിൽ 9ൻ്റെ മൾട്ടിപ്പിൾ ഓഡ് ഇൻറ്റീജേഴ്സ് ആണെങ്കിൽ എന്താണോ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അതിന് നേരെ ഓപ്പോസിറ്റ് വാല്യൂ ആയിരിക്കും. ഇപ്പോൾ സൈൻ ആണെങ്കിൽ കോസ് ആയിരിക്കും, കോസ് ആണെങ്കിൽ സൈൻ ആയിരിക്കും, ടാൻ ആണെങ്കിൽ കോട്ടായിരിക്കും. അത്രയും മാത്രം മനസ്സിലാക്കുക. അപ്പോൾ സൈൻ 90 പ്ലസ് തീറ്റ എന്താ വരിക? സൈൻ 90 പ്ലസ് തീറ്റ എന്ത് വരും? കോസ് തീറ്റ എന്ന് വരും അല്ലേ. കോസ് 90 പ്ലസ് തീറ്റ എന്തായിരിക്കും? സൈൻ തീറ്റ. ടാൻ 90 പ്ലസ് തീറ്റ എന്തായിരിക്കും? കോട്ട് തീറ്റ. അപ്പം എന്താണോ 90യുടെ കൂടെയുള്ള മൾട്ടിപ്പിള് അത് ഓഡാണോ ഈവൻ ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ വാല്യൂസ് എഴുതുന്നത്. അതായത് 90യുടെ മൾട്ടിപ്പിള് ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യയാണെങ്കിൽ എന്താണോ ഫങ്ഷൻ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് സൈൻ ആണെങ്കിൽ വാല്യൂ കോസ് ആയിരിക്കും, കോസ് ആണെങ്കിൽ സൈൻ ആയിരിക്കും, ടാൻ ആണെങ്കിൽ കോട്ടായിരിക്കും. ഓക്കെ, ഇനി ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ നമ്മളെങ്ങനെയാണ് നോക്കുക? 90 പ്ലസ് തീറ്റ, 90 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ ഏത് ക്വാഡ്രൻറ്റിലാണ് വരിക? 90 കഴിഞ്ഞിട്ടില്ല. 90 പ്ലസ് എന്ന് പറഞ്ഞാൽ 90യോട് എത്രയെങ്കിലും കൂട്ടുന്നതായിരിക്കും അല്ലേ. അപ്പോൾ 90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രൻ്റാണ് വരിക? 90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രൻ്റാണ്? തേർഡ് ക്വാഡ്രൻ്റ് അല്ലേ.
90 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രൻ്റാ? ഇപ്പം 90 പ്ലസ് തീറ്റ, ഇപ്പോൾ തീറ്റയ്ക്ക് 20 30 കൊടുക്കുമ്പം 100 110 120 130 ഇതൊക്കെയല്ലേ വരിക. അപ്പോൾ ഏത് ക്വാഡ്രൻ്റ് ആയിരിക്കും? തേർഡ് ക്വാഡ്രൻ്റ് ആയിരിക്കും. തേർഡ് ക്വാഡ്രൻറ്റിൽ ഏത് വാല്യൂസൊക്കെയാണ് പോസിറ്റീവ് ആവുക? തേർഡ് ക്വാഡ്രൻറ്റ് ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി, ടാൻ വാല്യൂ മാത്രമേ പോസിറ്റീവ് ആവും. ബാക്കിയുള്ള വാല്യൂസ് എന്താ? അല്ല, തേർഡ് ക്വാഡ്രൻ്റ് അല്ല, സോറി. ഇപ്പോഴേ നമ്മൾ വാല്യൂസ് എഴുതി. സൈൻ 90 പ്ലസ് തീറ്റ കോസ് തീറ്റ ആണെന്നും, കോസ് 90 പ്ലസ് തീറ്റ സൈൻ തീറ്റ ആണെന്നും, ടാൻ 90 പ്ലസ് തീറ്റ കോട്ട് തീറ്റ ആണെന്നും എഴുതി. ഇത് വാല്യൂസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എങ്ങനെയാണ് നോക്കുക? ഇതിനൊരു എളുപ്പ മാർഗ്ഗമുണ്ട്. നമ്മുടെ ആംഗിൾ വാല്യൂസ് എന്താണെന്ന് നോക്കുക. ഇവിടെ 90 പ്ലസ് തീറ്റ ആണ്. 90 പ്ലസ് തീറ്റ വരുമ്പം ഏത് ക്വാഡ്രൻറ്റിലായിരിക്കും? 90 എബോവ് ആണ്. ആംഗിൾ വാല്യൂ എന്ന് പറയുന്നത് 90 എബോവ് ആയിരിക്കും. 90 എബോവ് ആകുമ്പം ഏത് ക്വാഡ്രൻ്റായിരിക്കും? ഫസ്റ്റ് ആയിരിക്കുമോ സെക്കൻഡ് ആയിരിക്കുമോ? സെക്കൻഡ് ക്വാഡ്രൻറ്റ് മുതലല്ലേ 90 എബോവ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയിരിക്കും 90 എബോവ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ഏതാ പോസിറ്റീവ്? സൈനും കോസിക്കും മാത്രമാണ് പോസിറ്റീവ്. അതായത് ഈ വാല്യൂസ് മാത്രമാണ് പോസിറ്റീവായിട്ട് വരും. അപ്പോൾ കോസ് തീറ്റ പോസിറ്റീവാണ്. അപ്പോൾ കോസ് തീറ്റയും ടാൻ തീറ്റയും എന്താ വരിക? ബാക്കി അതർ വാല്യൂസ് നെഗറ്റീവ്സ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും? മൈനസ് സൈൻ തീറ്റയും മൈനസ് കോട്ട് തീറ്റ എന്ന് വരും. ക്ലിയർ ആയല്ലോ? അതുപോലെ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ഫിൽ ചെയ്യാം. സൈൻ തീറ്റ, സൈൻ 90 മൈനസ് തീറ്റ, കോസ് 90 മൈനസ് തീറ്റ, ടാൻ 90 മൈനസ് തീറ്റ. ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം 90യുടെ മൾട്ടിപ്പിൾ അതെന്താ? 1 × 90 ആണ് 90. അപ്പോൾ 90യുടെ മൾട്ടിപ്പിൾ ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും വാല്യൂസ് വരിക. എന്ത് വരും? കോസ് തീറ്റ സൈൻ തീറ്റ കോട്ട് തീറ്റ. ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ അങ്ങനെ നോക്കുക. ഇവിടെ ആംഗിൾ വാല്യൂ നോക്കാം. 90 മൈനസ് തീറ്റ ആണ്. 90 മൈനസ് തീറ്റ ആണ് 90-ൽ താഴെയുള്ള വാല്യൂസ്. 90-ൽ താഴെ ഏതാ? 0 മുതൽ 89 വരെ അല്ലേ? 0 അത് ഏത് ക്വാഡ്രൻ്റാ? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ വാല്യൂസും പോസിറ്റീവാണല്ലേ. അതുകൊണ്ട് എന്താ? സൈനും കോസും ടാനും എല്ലാ വാല്യൂസും പോസിറ്റീവായിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഈ 180 ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്ത് ചെയ്യാം? സൈൻ 270 പ്ലസ് തീറ്റ, കോസ് 270 പ്ലസ് തീറ്റ, ടാൻ 270 പ്ലസ് തീറ്റ എന്താണെന്ന് നോക്കാം. അപ്പം സൈൻ 270 പ്ലസ് തീറ്റ എന്നാൽ 270 വെച്ചാൽ എന്താ? 3 × 90 അല്ലേ. അതായത് 90യുടെ ഓഡ് മൾട്ടിപ്പിളാണ്. 90യുടെ ഓഡ് മൾട്ടിപ്പിളാണ്. ഓഡ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. കോസ് തീറ്റ സൈൻ തീറ്റ കോട്ട് തീറ്റ അല്ലേ? കോസ് തീറ്റ സൈൻ തീറ്റ കോട്ട് തീറ്റ. ഈ പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് എങ്ങനെ നോക്കും? പോസിറ്റീവാണെന്നും നെഗറ്റീവാണെന്നും എങ്ങനെ നോക്കുക? 270 പ്ലസ് തീറ്റ, 270 പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എവിടുന്ന് എവിടെ വരെ ആയിരിക്കും? 270 മുതൽ 360 വരെ അല്ലേ? 270 മുതൽ 360 വരെ. ഇപ്പോൾ ക്വാഡ്രൻ്റ് ഏതായിരിക്കും? ഫോർത്ത് ക്വാഡ്രൻ്റ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ ഏതൊക്കെയാണ് പോസിറ്റീവ്? ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി, കോസും കോസിക്കും മാത്രമായിരിക്കും പോസിറ്റീവ്. അപ്പോൾ ഈ കോസിൻ്റെ വാല്യൂ മാത്രമായിരിക്കും പോസിറ്റീവ്. ബാക്കി രണ്ടും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ. ഇനി അതുപോലെ സൈൻ 270 മൈനസ് തീറ്റ എന്തായിരിക്കും? കോസ് തീറ്റ. കോസ് എന്തായിരിക്കും? സൈൻ തീറ്റ. ഇതെന്തായിരിക്കും? കോട്ട് തീറ്റ. ഇനി പോസിറ്റീവാണോ നെഗറ്റീവാണോ എങ്ങനെ വെക്കും? 270 മൈനസ് തീറ്റ എന്ന് വെച്ചാൽ എവിടുന്ന് ഇവിടെ വരെ ആയിരിക്കും? 270 മൈനസ് തീറ്റ തേർഡ് ക്വാഡ്രൻ്റ് ആയിരിക്കില്ലേ? തേർഡ് ക്വാഡ്രൻറ്റിൽ ഏതൊക്കെയാണ് പോസിറ്റീവ്? ഓൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി, ടാനും കോട്ടും മാത്രമായിരിക്കും പോസിറ്റീവ് ആവുക. ബാക്കി എല്ലാ വാല്യൂസും എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ടാൻ വാല്യൂ മാത്രമായിരിക്കും പോസിറ്റീവ്. ബാക്കിയുള്ള വാല്യൂസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓഡ് നമ്പേഴ്സ് 90യുടെ മൾട്ടിപ്പിൾസ് വരുമ്പം എന്താ വാല്യൂസ് എന്ന് പഠിച്ചു. എന്തായിരിക്കും? എന്താണോ വാല്യൂസ്, എന്താണോ 90 പ്ലസ് തീറ്റ ആണെങ്കിൽ സൈൻ 90 പ്ലസ് തീറ്റ ആണെങ്കിൽ കോസ് തീറ്റ, അതായത് ജസ്റ്റ് ഓപ്പോസിറ്റ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയിരിക്കും. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കുക. എന്താണോ ആംഗിൾ വാല്യൂ അത് ഏത് ക്വാഡ്രൻറ്റിൽ നിന്ന് വരുന്നു നോക്കുക. ആ ക്വാഡ്രൻറ്റിൽ കേസസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് സൈൻ 180 പ്ലസ് തീറ്റ. സൈൻ 180 പ്ലസ് തീറ്റ എന്ന് വെച്ചാൽ എന്താ? സൈൻ 180 പ്ലസ് തീറ്റ എന്താ? 180 2 × 90 അല്ലേ?
2 ഇൻറ്റു 90, ദാറ്റ് 2 മീൻസ് ഈവൻ മൾട്ടിപ്പിൾ അല്ലേ, ഇരട്ട സംഖ്യയുടെ മൾട്ടിപ്പിൾ അല്ലേ. ഈവൻ മൾട്ടിപ്പിൾ വരുമ്പം എന്താ പ്രത്യേകത, അതേ ഫംഗ്ഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. അപ്പോൾ സൈൻ 180 പ്ലസ് തീറ്റ എന്തായിരിക്കും, സൈൻ തീറ്റ തന്നെ ആയിരിക്കും. നമ്മൾ ഓഡ് വരുമ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും, ഈവൻ ആകുമ്പം അതേ ഫംഗ്ഷൻ ആയിരിക്കും. ഇപ്പോൾ സൈൻ 180 പ്ലസ് തീറ്റ സൈൻ തീറ്റ, കോസ് 180 പ്ലസ് തീറ്റ കോസ് തീറ്റ, ടാൻ 180 പ്ലസ് തീറ്റ ടാൻ തീറ്റ. ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എങ്ങനെ നോക്കുക, 180 പ്ലസ് തീറ്റ, 180 എവിടെയാ, ഇവിടുന്ന് 180 പ്ലസ് തീറ്റ ഇവിടുന്ന് ഇവിടം വരെ ആയിരിക്കും, 180 മുതൽ 270 വരെ. അപ്പോൾ 180 പ്ലസ് തീറ്റ എന്ന് വരുമ്പോൾ എന്ത് വരും, തേർഡ് ക്വാഡ്രൻ്റ് ആയിരിക്കും. തേർഡ് ക്വാഡ്രൻറ്റിൽ ഏതാ മാത്രമാണ് പോസിറ്റീവ്, ടാൻ മാത്രമാണ് പോസിറ്റീവ്. അപ്പോൾ ഇത് മാത്രം പോസിറ്റീവും ബാക്കി രണ്ടും നെഗറ്റീവായിരിക്കും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? ഇനി അതുപോലെ വേഗം നിങ്ങൾ ഇത് പറഞ്ഞേ, സൈൻ 180 മൈനസ് തീറ്റ, അതായത് 180 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 90 ആണ്. അപ്പോൾ ഈവൻ മൾട്ടിപ്പിളാണ്, അപ്പം ഫംഗ്ഷൻ അത് തന്നെ ആയിരിക്കും. അപ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ. ഇനി പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആണെന്ന് വേഗം പറഞ്ഞാൽ 180 മൈനസ് തീറ്റ. 180 മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഏത് ക്വാഡ്രൻ്റ് ആയിരിക്കും, 90 മുതൽ 180 വരെ അല്ലേ. 180 എന്ന് കുറക്കുന്ന വെച്ചാൽ 180 മുകളിലുള്ള ക്വാഡ്രൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് സെക്കൻഡ് ക്വാഡ്രൻ്റിൽ ഏതൊക്കെയാണ് പോസിറ്റീവ്, ഓൾ സ്റ്റുഡൻസ് ടേക്ക് ഓഫ്, സ്റ്റുഡൻസ് എസ്, സൈനും സൈൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കൊസീക്കും. അപ്പം ഇത് മാത്രം പോസിറ്റീവും ബാക്കിയുള്ള രണ്ടും നെഗറ്റീവായിരിക്കും. ഓക്കെ, ഇനി അതുപോലെ നമുക്കിനി ബാക്കിയുള്ളത് ഏതാ, സൈൻ 360 പ്ലസ് തീറ്റയും കോസ് 360 പ്ലസ് തീറ്റയും ടാൻ 360 പ്ലസ് തീറ്റയും, അതുപോലെ അതിന് നെഗറ്റീവ് വാല്യൂസും. അപ്പോൾ സൈൻ 360 പ്ലസ് തീറ്റ, ഇവിടെ 360 എന്ന് പറയുന്നത് 4 ഇൻറ്റു 90 ആണ്. 4 ഇൻറ്റു 90 ആണ്. 4 ഇൻറ്റു 90 പറഞ്ഞാൽ ഈവൻ മൾട്ടിപ്പിൾ ഓഫ് 90 ആണ്. ഈവൻ മൾട്ടിപ്പിൾസ് വരുമ്പോൾ എന്താണോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ അതേ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ. ഇനി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് വേഗം നോക്കി, 360 പ്ലസ് തീറ്റ. 360 പ്ലസ് തീറ്റ എന്ന് വെച്ചാൽ എന്താ, 360 എവിടെ വരിക, വീണ്ടും കറങ്ങിയിട്ട് 0ൻ്റെ അടുക്കല്ലേ 360 വരിക. അപ്പോൾ 360 പ്ലസ് തീറ്റ ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആയിരിക്കും. ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ ഏതാ പോസിറ്റീവ്, എല്ലാം പോസിറ്റീവാണ് അല്ലേ. ഫസ്റ്റ് ക്വാഡ്രൻ്റിൽ എല്ലാം പോസിറ്റീവാണ് അല്ലേ. ഇനി സൈൻ 360 മൈനസ് തീറ്റ കോസ് 360 മൈനസ് തീറ്റ ടാൻ 360 മൈനസ് തീറ്റ. 360 90യുടെ ഈവൻ മൾട്ടിപ്പിളാണ്, അപ്പം സെയിം ഫംഗ്ഷൻ വരും, സൈൻ തീറ്റ കോസ് തീറ്റ ടാൻ തീറ്റ. പോസിറ്റീവാണ് നെഗറ്റീവാണ് എങ്ങനെ നോക്കുക, 360 മൈനസ് തീറ്റ എന്ന് വെച്ചാൽ തേർഡ് ക്വാഡ്രൻ്റ് ആണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ഏതൊക്കെയാണ് പോസിറ്റീവ്, ടാനും കോട്ടും മാത്രമാണ് പോസിറ്റീവ്, ബാക്കി രണ്ടും നെഗറ്റീവായിരിക്കും. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് ഏത് തന്നാലും എളുപ്പത്തിൽ എഴുതാൻ പറ്റും. എന്ത് ചിന്തിച്ചാൽ മതി, എന്താണോ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ അതിൽ 90യുടെ ഓഡ് മൾട്ടിപ്പിൾ ആണെങ്കിൽ ഓപ്പോസിറ്റ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആയിരിക്കും. ഈവൻ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്തായിരിക്കും, സെയിം ഫംഗ്ഷൻ ആയിരിക്കും. ഇനി ട്രിഗ്നോമെട്രിക്കിൻ്റെ സൈൻ നോക്കാൻ എന്ത് ചെയ്താൽ മതി, ഏത് ക്വാഡ്രൻറ്റിലാണ് വരുന്നതെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ദി ഫോളോയിങ്. അതിൽ ഫസ്റ്റ് വൺ സൈൻ 120 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സൈൻ 120 എന്ന് വെച്ചാൽ എന്താ, നമുക്ക് എന്താണോ ഇപ്പം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, എന്താണോ നമുക്ക് ആംഗിൾ വാല്യൂ തന്നിട്ടുള്ളത് അതിന് 90 പ്ലസ് അല്ലെങ്കിൽ 90 മൈനസ് അല്ലെങ്കിൽ 180 മൈനസ് അങ്ങനെ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് നമ്മൾ മാറ്റണം. അപ്പോൾ ഇവിടെ എളുപ്പത്തിനുള്ള മാർഗം എന്താ, സൈൻ 120 എന്ന് വെച്ചാൽ എന്താ, നമുക്ക് എന്ത് എഴുതാം, സൈൻ 120 സൈൻ 120 നമുക്ക് എന്ത് എഴുതാം, സൈൻ 180 മൈനസ് 60 എന്ന് എഴുതിക്കൂടെ, സൈൻ 180 മൈനസ് 60 എന്ന് എഴുതാം അല്ലേ. സൈൻ 120 മീൻസ് സൈൻ 180 മൈനസ് 60, ദാറ്റ് മീൻസ് 180 മൈനസ് 60 എന്ന് പറയുന്നത് 120 ആണ്. അപ്പോൾ ഇവിടെ എന്താ, സൈൻ 180 മൈനസ് തീറ്റ, ഇത് ഏത് ഫോമിലുള്ളത്, സൈൻ 180 മൈനസ് തീറ്റ. സൈൻ 180 മൈനസ് തീറ്റ എന്താ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു അല്ലേ. 180 എന്ന് പറയുന്നത് ഈവൻ മൾട്ടിപ്പിൾ ആണ്. ഈവൻ മൾട്ടിപ്പിൾ വരുമ്പം അത് ഈ ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ. സൈൻ 60 സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ
തീറ്റ എന്ന് പറയുന്നത് 60 ആണ്. അപ്പോൾ എന്ത് വരും? sin 60 എന്ന് വരും. ഇനി ഓഡ് ഫംഗ്ഷനാണോ അല്ല പോസിറ്റീവാണോ നെഗറ്റീവാണോ എങ്ങനെ നോക്കുക? 180 മൈനസ് 60 ഇത് 120 എവിടെ വരിക? 120 എവിടെ വരും? സർക്കിൾ കൺസിഡർ ചെയ്താൽ 120 എവിടെ വരിക? ഇവിടുന്ന് 0 to 90 വരെ ഇവിടെ 90 ഏകദേശം ഇവിടെ ആയിരിക്കും അല്ലേ വരിക? ഏത് ക്വാഡ്രന്റിലാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈനും കോസിക്കും പോസിറ്റീവാണ്. അപ്പോൾ ഈ വാല്യൂസ് എന്താ? പോസിറ്റീവ് sin 60 ആണ്. sin 60 എത്രയാ? വേഗം പറഞ്ഞ sin 60 ആംഗിൾ എത്രയാ? √3/2 ആണ്. നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, √3/2 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, cos 135 ഡിഗ്രി എത്രയാണ്? cos 135 നമുക്ക് ഏത് ഫോമിലേക്ക് മാറ്റണം? എന്താണോ ആംഗിൾ വാല്യൂ അതിന് എന്തെങ്കിലും ഒരു ഫോമിലേക്ക് മാറ്റണം. 180 പ്ലസോ 180 മൈനസ് തീറ്റ അങ്ങനെ ആ ഫോമിൽ, അല്ലെങ്കിൽ 90 പ്ലസ് തീറ്റ 90 മൈനസ് തീറ്റ എന്താണോ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് മാറ്റും. അപ്പോൾ 135 നമുക്ക് എങ്ങനെ എഴുതാം? cos 180 മൈനസ് 45 എന്ന് എഴുതാം അല്ലേ? cos 180 മൈനസ് 45, കാരണം 180 മൈനസ് 45 എന്താ? 135ന് പകരം cos 180 മൈനസ് 45 എന്ന് എഴുതാം. ഇവിടെ 2 into 90 ആണ് 180. അപ്പം ഈവൻ മൾട്ടിപ്പിളാണ്. ഈവൻ മൾട്ടിപ്പിൾ വരുമ്പം അതേ ഫംഗ്ഷനാണ്. തീറ്റയ്ക്ക് പകരം ഇവിടെ എന്താ ഉള്ളത്? 45 ആണ്. അപ്പോൾ cos തീറ്റയാണ് വാല്യൂ. അപ്പം എന്ത് വരും? cos 45 വരും. ഇനി പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് എങ്ങനെ നോക്കും? 135 എന്ന ആംഗിൾ ഇവിടെ ഏകദേശം വരുക? 135 ഏകദേശം ഇവിടെ ആയിട്ട് വരും അല്ലേ? അപ്പോൾ എന്താ? സെക്കൻഡ് ക്വാഡ്രൻ്റാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എന്താ? സൈനും കൊസീക്കും മാത്രമാണ് പോസിറ്റീവ്, ബാക്കിയുള്ള വാല്യൂസൊക്കെ എന്താ? നെഗറ്റീവാണ് അല്ലേ? ബാക്കിയുള്ള വാല്യൂസ് നെഗറ്റീവാണ്. അപ്പോൾ cos 45 എന്ന് പറഞ്ഞാൽ എത്രയാ? നമുക്കറിയാം, മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് 1/√2 ആണെന്ന്. പോസിറ്റീവാണോ നെഗറ്റീവാണോ? കോസ് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആയതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. മനസ്സിലായില്ലേ? ഡൗട്ടില്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഇനി സൈൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സൈൻ 300 എത്രയാണ്? സൈൻ 300 നിങ്ങൾ തന്നെ പറഞ്ഞേ, എത്രയായിട്ട് നമുക്ക് എഴുതാം? ഏകദേശം സൈൻ 360 മൈനസ് 60 എഴുതി കൂടെ? സൈൻ 360 മൈനസ് 60 എഴുതാം അല്ലേ? അപ്പം 360 എന്ന് പറഞ്ഞാൽ 90യുടെ ഈവൻ മൾട്ടിപ്പിളാണോ ഓഡ് മൾട്ടിപ്പിളാണോ? ഈവൻ്റെ മൾട്ടിപ്പിളാണ്, കാരണം 4 into 90 ആണ് 360. അപ്പം ഈവൻ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് അതേ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പം എന്ത് വരും? സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താ? 60 ഡിഗ്രിയാണ്. അപ്പോൾ സൈൻ 60 എന്ന് വെച്ചാൽ എത്ര? സൈൻ 60 എത്ര? √3/2. ഇനി പോസിറ്റീവാണോ നെഗറ്റീവാണോ? 300 ഡിഗ്രി എവിടെ വരിക? ഇത് 180 വരെ ഇവിടെ എത്രയാ? 270. അപ്പോൾ 300 ഏകദേശം ഇവിടെ വരിക? ഇവിടെ ആയിട്ട് വരും അല്ലേ? ഇത് ഏത് ക്വാഡ്രൻ്റാ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ക്വാഡ്രൻറ്റിൽ ഏതാ പോസിറ്റീവ്? ടാനും. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും മാത്രമാണ് പോസിറ്റീവ്, ബാക്കിയുള്ള വാല്യൂസ് എന്താ? നെഗറ്റീവ് ആണ് അല്ലേ? അപ്പോൾ മനസ്സിലായല്ലോ?